സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. 3 ആശമാരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരമിരിക്കുന്നത്. ആശാ വർക്കേഴ്സിന്റെ പിന്തുണയുമായി നിരവധി നേതാക്കൾ സമരപന്തലിൽ എത്തി. സെക്രട്ടേറിയറ്റ് പടിക്കൽ 39 ദിവസം സമരമിരുന്നിട്ടും അനുകൂല നിലപാടുണ്ടാകാത്തതോടെയാണ് സമരക്കാർ നിരാഹാരത്തിനിറങ്ങിയത്. രാവിലെ 11 മണിയോടെ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദു, തിരുവനന്തപുരത്ത് നിന്നുള്ള ആശാ വർക്കേഴ്സായ ഷീജ തങ്കമണി എന്നിവരാണ് ആദ്യഘട്ടത്തിൽ സമരമിരിക്കുന്നത്. നിരാഹാരം സാമൂഹിക പ്രവർത്തക KG താര ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഈ സമരം ബാക്കിയുള്ളവർക്ക് ഒരു സൂചകമായിട്ട് തന്നെ നിൽക്കണം. അംഗൻവാടി പ്രവർത്തകർക്ക്, മത്സ്യബന്ധന തൊഴിലാളികൾക്ക്, നെയ്ത്ത് തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ ശമ്പളം ഒന്ന് മാറ്റിവെച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് PSC മെമ്പർമാർക്ക് നല്ല നമസ്കാരം, മന്ത്രിമാർക്ക് നല്ല നമസ്കാരം. മന്ത്രിയുടെ ഡൽഹി സന്ദർശനം ആശാ വർക്കേഴ്സിന് വേണ്ടിയുള്ളതല്ലെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ മന്ത്രി കബളിപ്പിച്ചുവെന്നും ആരോപണം. സമരപന്തലിലേക്ക് പിന്തുണയുമായി ഇന്നും നിരവധി നേതാക്കളെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ, KPCC ജനറൽ സെക്രട്ടറി M ലിജു, CMP നേതാവ് CP ജോൺ തുടങ്ങിയവർ ഇന്ന് ഐക്യദാർഢ്യവുമായി എത്തി. ഇനിയും സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ കൂടുതൽ പേർ നിരാഹാരത്തിലേക്ക് കടക്കുമെന്നാണ് സമരക്കാർ നൽകുന്ന സൂചന. 24 തിരുവനന്തപുരം.